നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിൽ മാതാപിതാക്കൾ പൊള്ളലേറ്റ് മരിച്ച കേസിൽ സർക്കാർ നീതി ചെയ്തില്ലെന്നാരോപിച്ച് രംഗത്തെത്തിയ ഇളയ മകന്റെ നടപടിയിൽ വിശദീകരണമായി മൂത്ത മകൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം ഏറെ വൈകാരികമായാണ് ആ ഇളയ മകൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അടക്കം പ്രതികരിച്ചത്. കാരണം സ്വന്തം മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടും ആ ആത്മാക്കൾക്ക് നീതി ലഭിക്കാത്ത തരത്തിൽ ഏറ്റവും അവസാനം ഒരു വിധിയെത്തി. അതിൽ പ്രതികരിച്ചാണ് ആ മകൻ വളരെയധികം വൈകാരികമായി പ്രതികരിച്ചത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ മൂത്ത മകന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അനുജൻ രഞ്ജിത്ത് വൈകാരികമായി പ്രതികരിക്കുന്ന സ്വഭാവക്കാരനാണെന്നാണ് രാഹുൽ രാജ് പറയുന്നത്. എന്ത് കേട്ടാലും പ്രതികരിക്കുന്ന മനസ്സാണ് രഞ്ജിത്തിൻ്റെത്. കഴിഞ്ഞ ദിവസം കാട്ടിക്കൂട്ടിയതെല്ലാം അതിന്റെ ഫലമാണ്. അച്ഛനമ്മമാരുടെ മരണത്തിനു ശേഷം സർക്കാർ 10 ലക്ഷം രൂപ നൽകി. ആ തുകയുള്ള അക്കൗണ്ടിന്റെ പാസ്ബുക്ക് വരെ അവൻ കത്തിച്ചു കളഞ്ഞു. സർക്കാർ ബാങ്കിൽ നൽകിയ ജോലിയുടെ ശമ്പളത്തിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. അനിയന് സുഖമില്ലാതാകുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതുമെല്ലാം ഈ ശമ്പളം കൊണ്ടാണെന്നും രാഹുൽ വ്യക്തമാക്കുന്നു. കോടതിയിൽ കേസ് തോറ്റുപോകുമെന്ന ഭീതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ തീപ്പൊള്ളലേറ്റ് മരിച്ച ദമ്പതികളുടെ കല്ലറ പൊളിക്കുമെന്നാണ് ഇളയ മകൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. രാജൻ അമ്പിളി ദമ്പതികളെ സംസ്കരിച്ച കല്ലറയാണ് രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം പൊളിക്കുവാനായി ശ്രമിച്ചത്. സർക്കാരിനെ വിശ്വസിച്ചത് അബദ്ധമായെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു. എന്നാൽ രാഹുൽ ഇത് നിഷേധിക്കുകയാണ്. രാജൻ അമ്പിളി ദമ്പതികളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അയൽക്കാരനാണെന്ന് കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജു വൈകാരിക പ്രതികരണവുമായി എത്തിയത്. മാതാപിതാക്കളെ അടക്കിയ കല്ലറ പൊളിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് മക്കൾ. കേരളത്തെ നടുക്കിയതായിരുന്നു ഈ ദുരന്തം. 2020 ഡിസംബറിൽ വീടും ഭൂമിയും ജപ്തി ചെയ്യുവാൻ ശ്രമിക്കുന്നതിനിടെ നെയ്യാറ്റിൻകര അതിയന്നൂർ ഭാസ്കര നഗറിൽ താമസിച്ചിരുന്ന രാജനും അമ്പിളിയും തീ കൊളുത്തി മരിക്കുകയായിരുന്നു. പോലീസിന്റെ വീഴ്ചയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ആക്ഷേപമുയർന്നത്. ഇതോടെ സംഭവം വലിയ വിവാദമായി. അനാഥരായ 2 മക്കൾ തർക്കത്തിൽ കിടക്കുന്ന ആ പുരയിടത്തിൽ തന്നെ മാതാപിതാക്കളെ അടക്കി. പിന്നീട് സർക്കാർ മക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും സന്നദ്ധ സംഘടന അവർക്ക് വീട് വെച്ചു നൽകുകയും ചെയ്തു. എന്നാൽ 5 വർഷങ്ങൾക്ക് ഇപ്പുറം വീടിന്റെ ഉടമസ്ഥാവകാശത്തിൽ കോടതി തീർപ്പ് കൽപ്പിച്ചു. വീടും ഭൂമിയും രാജന്റേതല്ല, എതിർ ഹർജി നൽകിയ അയൽവാസിയുടേതാണ്. ഇതോടെ മാതാപിതാക്കളുടെ കല്ലറടങ്ങിയ ഭൂമി നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് ആ കുട്ടികൾ. പിന്നാക്ക വിഭാഗത്തിനു വേണ്ടി അനുവദിച്ച സ്ഥലത്തെ ചൊല്ലിയായിരുന്നു അയൽവാസിയുമായ രാജന്റെ കുടുംബം തർക്കിച്ചത്. ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് അയൽവാസി വസന്ത കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങിയതിന് പിന്നാലെയായിരുന്നു ഒഴിപ്പിക്കൽ നടപടി. ഈ നടപടിക്കിടെയായിരുന്നു രാജനും അമ്പിളിയും തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് പ്രതിഷേധിച്ചത്. ഇരുവരെ പിടിച്ചു മാറുന്നതിനിടയിലാണ് തീ പടർന്ന് പൊള്ളലേറ്റ് ഇരുവരും മരിച്ചത്. ഇതിന് പിന്നാലെയാണ് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായമായി പ്രഖ്യാപിച്ചത്. സംഭവത്തിന് ശേഷം വിവാദമായ സ്ഥലത്താണ് രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾ കഴിഞ്ഞിരുന്നത്. ഇതിനിടെ കോടതിയിൽ നിന്ന് വീണ്ടും സ്ഥലവുമായി ബന്ധപ്പെട്ട് വസന്തയ്ക്ക് അനുകൂല വിധി എത്തുകയായിരുന്നു. സംഭവത്തിൽ പ്രതികരിച്ച തർക്കഭൂമിയിൽ രാജന്റെ കുടുംബത്തിനെതിരെ വിധി നേടിയ വസന്തയും രംഗത്തെത്തിയിരുന്നു. 2 മരണങ്ങൾ നടന്നതിനെ തുടർന്ന് രാജന്റെ കുടുംബത്തിനെതിരായ കേസിൽ മുന്നോട്ടു പോകില്ലെന്നായിരുന്നു പരാതിക്കാരി അന്ന് പ്രതികരിച്ചത്. നിയമപരമായി എല്ലാ രേഖകളുമുള്ള ഭൂമി 16 കൊല്ലം മുൻപ് വാങ്ങിയതാണ്. പട്ടയം അടക്കമുള്ള രേഖകൾ ഉള്ളതുകൊണ്ടാണ് തനിക്ക് അനുകൂലമായി വിധി വന്നത്. ഇപ്പോൾ 2 പേർ മരിച്ച സാഹചര്യത്തിൽ തന്റെ മക്കളുമായി സംസാരിച്ചുവെന്നും കേസിൽ മുന്നോട്ട് പോകില്ലെന്നും പരാതിക്കാരി വസന്ത പ്രതികരിക്കുകയായിരുന്നു അന്ന്. ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന ഭൂമി രാജന്റെ മക്കൾക്ക് കൈമാറാമെന്നും ഇവർ വാക്കാൽ മാത്രമാണ് ഉറപ്പ് പറഞ്ഞത്. പക്ഷേ ഈ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ DGP ലോക്നാഥ് ബെഹ്റ അന്വേഷണത്തിന് ഉത്തരവിട്ടു. റൂറൽ SP ആണ് സംഭവം അന്വേഷിച്ചത്. ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് കൈകാര്യം ചെയ്യുന്നതിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റൂ എന്ന കാര്യമായിരുന്നു അന്വേഷിച്ചത്. സിവിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമല്ല. പകരം ദമ്പതികളുടെ മരണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്ന കാര്യമാണ് അന്വേഷിക്കുവാനായി നിർദ്ദേശിച്ചിരുന്നത്. ദമ്പതികളോട് മോശമായി പോലീസ് പെരുമാറി എന്നതടക്കമായിരുന്നു ആ അന്വേഷണ പരിധിയിലുണ്ടായിരുന്നത്. പോലീസ് ഒഴിപ്പിക്കാനായി എത്തിയപ്പോൾ ദേഹത്ത് പെട്രോൾ ഒഴിച്ച നെയ്യാറ്റിൻകര സ്വദേശി രാജനും ഭാര്യ അമ്പിളിയും ലൈറ്റർ എടുത്ത് കയ്യിൽ പിടിച്ചു കത്തിച്ചപ്പോൾ അത് മാറ്റുവാൻ പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ വരുന്ന പ്രതികരണം. നല്ല ഉദ്ദേശത്തോടെ രാജന്റെ കയ്യിൽ നിന്ന് ലൈറ്റർ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ തീ ആളി പിടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ 3 സെന്റ് ഭൂമി ഒഴിപ്പിക്കുന്നത് പോലുള്ള ഇത്തരം ചെറിയ കേസുകൾ സംയമനത്തോടെയും സഹാനുഭൂതിയോടെയും പോലീസ് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പോലീസും വീട് ഒഴിപ്പിക്കൽ ഹർജി നൽകിയ അയൽക്കാരും തമ്മിൽ ഒത്തുകളിച്ചുവെന്നാണ് രാജന്റെ മക്കൾ ആരോപിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ മണിക്കൂറുകൾക്കകം വരുമെന്നറിഞ്ഞ് പോലീസ് ഒഴിപ്പിക്കാൻ നോക്കിയെന്ന ഗുരുതരമായ ആരോപണം രാജന്റെ മക്കൾ ഉന്നയിച്ചിരുന്നു. തർക്കമുള്ള ഭൂമിക്ക് പട്ടയമുണ്ട്. അത് സുകുമാരൻ നായരുടെ പേരിലുള്ളതാണ്. കോളനി നിയമപ്രകാരം ഒരാൾക്ക് പട്ടയം കൊടുക്കുമ്പോൾ ആദ്യ ഉടമയുടെ പേരിലാണ് കൊടുക്കുക. എന്നാൽ പട്ടയം ആർക്ക് വേണമെങ്കിലും ക്രയവിക്രയം ചെയ്യാമെന്നാണ് വ്യവസ്ഥ. അങ്ങനെയാണ് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തനിക്ക് ലഭിച്ചതെന്നാണ് വസന്ത പറയുന്നത്. സുകുമാരൻ നായർ എന്നയാളുടെ പേരിലായിരുന്നു. പിന്നീട് അത് സുഗന്ധി എന്ന സ്ത്രീ അത് വാങ്ങി. സുഗന്ധിയുടെ മകളുടെ കല്യാണ ആവശ്യത്തിനു വേണ്ടി സുഗന്ധിക്ക് താൻ പണം നൽകി. സ്ഥലം എന്റെ പേരിലായി.
കഴിഞ്ഞ 15 വർഷമായി തണ്ടപ്പേരും പോക്കുവരവും നികുതിയുമെല്ലാം എൻ്റെ പേരിലാണ്. എല്ലാ രേഖകളും എൻ്റെ പക്കലുണ്ട്. വില്ലേജ് ഓഫീസിൽ പോയി പരിശോധിച്ചാൽ അറിയാം. ശരിയായ രേഖകൾ വച്ചാണ് സ്ഥലം ബോബി ചെമ്മണ്ണൂരിന് വിറ്റത്. 50,000 രൂപ അഡ്വാൻസ് വാങ്ങി. കോളനിയിൽ മദ്യവും കഞ്ചാവും എല്ലാം കൂട്ടുകച്ചവടമാണ്. ഞാൻ അതിനെതിരാണ്. പലതവണ പോലീസിന് വിവരം അറിയിച്ചു. ഇതിന്റെ പേരിൽ കോളനിക്കാർക്ക് എന്നോട് ശത്രുതയാണ്. എന്നെ എങ്ങനെയെങ്കിലും ഓടിക്കണമെന്നാണ് കോളനിക്കാരുടെ ഉദ്ദേശം. അതിനുവേണ്ടി പലതരത്തിൽ എന്നെ ദ്രോഹിച്ചു. വീടിന് കല്ലെറിയുകയും പടക്കം പൊട്ടിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്നാണ്. DGP വരെ കണ്ടു. എവിടെ നീതി ലഭിച്ചില്ലെന്നും കോളനിക്കാർ എന്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നുവെന്നും 9.5 സെന്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. പുറമ്പോക്ക് വസ്തുവാണെന്ന് കാണിക്കാനാണ് രാജനും കോളനിക്കാരും ശ്രമിച്ചത്. ഇതിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നുമായിരുന്നു വസന്ത പ്രതികരിച്ചത്. ഈ തർക്കഭൂമി ബോബി ചെമ്മണ്ണൂർ വാങ്ങി നൽകാമെന്ന വാഗ്ദാനം രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾ അന്ന് നിരസിച്ചിരുന്നു. ഭൂമിയിൽ വസന്തയ്ക്ക് അവകാശമില്ല. ഈ ഭൂമി ഞങ്ങൾക്ക് നൽകേണ്ടത് സർക്കാരാണ്. വിവരാവകാശ പ്രകാരമുള്ള രേഖയിൽ വസന്തയ്ക്ക് പട്ടയമില്ല. പിന്നെ എങ്ങനെയാണ് ഭൂമി അവർക്ക് വിൽക്കാനാകുന്നതെന്നായിരുന്നു മക്കളായ രാഹുലും രഞ്ജിത്തും പ്രതികരിച്ചത്. ഈ ഒരു സംഭവത്തിൽ നാടകീയമായ മറ്റൊരു വഴിത്തിരിവും ഉണ്ടായിരുന്നു. തർക്കവസ്തുവായ 4 സെന്റ് പരാതിക്കാരിയ വസന്തയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നാണ് അടിയന്നൂർ വില്ലേജ് ഓഫീസ് സ്ഥിരീകരിച്ചത്. തൊട്ടടുത്ത് വസന്ത താമസിക്കുന്ന വീട് അടങ്ങിയ 8 സെന്റ് കൊച്ചുമകൻ AS ശരത് കുമാറിന്റെ പേരിലാണ്. ഈ 2 വസ്തുവും വസന്ത വാങ്ങുന്നത് 2007-ൽ. അന്ന് ശരത് കുമാറിന് 8 വയസ്സാണ് പ്രായം. ഈ 2 വിവരങ്ങളും കാണിച്ച് വില്ലേജ് ഓഫീസിൽ നിന്ന് വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു. ഇതേ ഭൂമി മറ്റു 3 പേരുടെ പേരിലാണെന്ന് കാണിച്ച് നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ നിന്ന് വിവരാവകാശ രേഖ രാജന് നൽകിയത് നേരത്തെ വാർത്തയായിരുന്നു. ഈ തെറ്റായ രേഖയെ ആശ്രയിച്ചായിരുന്നു പുറമ്പോക്ക് ഭൂമി സ്വന്തമാക്കുവാൻ രാജന്റെ നിയമ പോരാട്ടം നടത്തിയത്. രാജനും കുടുംബവും താമസിച്ചിരുന്ന അതിയന്നൂർ വില്ലേജ് ബ്ലോക്ക് നമ്പറിൽ 21 റിസർവേ 852/16-ലെ 4 സെന്റാണ് വസന്തയുടെ പേരുള്ളത്. സമീപത്തെ 852/17, 852/18-ലെ 8 സെന്റ് ഭൂമി AS ശരത് കുമാറിന്റെ, അതായത് വസന്തയുടെ ചെറുമകന്റെ പേരിലും നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ നിന്ന് രാജന് നേരത്തെ ലഭിച്ച രേഖയിൽ ഇതേ ഭൂമി വെൺപകൽ നെട്ടത്തോട്ടം ലക്ഷംവീട് കോളനിയിൽ S സുകുമാരൻ നായർ, K കമലാക്ഷി, K വിമല എന്നിവരുടെ പേരുകളാണ് എന്നായിരുന്നു. ഈ രേഖയാണ് രാജൻ നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടിയതെന്നാണ് കരുതപ്പെടുന്നത്. പട്ടയം ലഭിച്ചയാൾ ഭൂമി ഉപേക്ഷിച്ചു പോയതിനാൽ ഈ ഭൂമിയിൽ താമസിക്കാനും താലൂക്ക് ഓഫീസിൽ തന്റെ പോരാട്ടം പട്ടയം ലഭിക്കുവാൻ അപേക്ഷ നൽകുവാനും രാജന് നിയമോപദേശം ലഭിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. വെൺപകൽ പോങ്ങിൽ നെട്ടത്തോട്ടം ലക്ഷംവീട് കോളനിയിൽ ഉടമസ്ഥർക്ക് പട്ടയം നൽകുന്നത് 1989-ലാണ്. 10 വർഷത്തിനു ശേഷം മാത്രം നിയമപരമായി കൈമാറ്റം ചെയ്യാവൂ എന്ന നിബന്ധനയോടെയാണ് പട്ടയം നൽകിയത്. ആദ്യ ഉടമകൾ വിറ്റ ഭൂമി പിന്നീട് വസന്ത വിലക്കെടുത്ത് വാങ്ങി പട്ടയം പേരിലാക്കുകയായിരുന്നു. തെറ്റായ രേഖ നൽകിയ നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസ് ഇതോടെ പ്രതിക്കൂട്ടിലാവുകയും ചെയ്തിരുന്നു. രാജൻ അമ്പിളി ദമ്പതികളുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം തെറ്റായ വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടാണെന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ലഭിച്ച ഉത്തരങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിൽ മറ്റൊരാളുടെ ഭൂമിയിൽ അച്ഛൻ താമസമാക്കില്ലായിരുന്നുവെന്നാണ് രാജന്റെ മക്കളായ രാഹുലും രഞ്ജിത്തും പ്രതികരിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.